സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം നമ്മോട് സംസാരിച്ചതായ വാക്കുകൾ നാം മനസ്സിൽ ഗ്രഹിച്ചു വെച്ചാൽ, ആ വചനങ്ങളെ നാം ധ്യാനിച്ചാൽ, ആ വചനമനുസരിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയാകും. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ, ഈ 13 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, എഫ്രൈമിനെ കൊണ്ട് ദൈവം മടുത്തു പോകാനിടയായി. ദൈവം ഒരുപാട് മുഷിഞ്ഞതിന് ശേഷം അവനെ ഒരു രീതിയിലും നശിപ്പിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അവനെ ശപിക്കുവാൻ കഴിയാതെ, അവനെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഇടയായി. എന്നാൽ ഈ 14-ാം അധ്യായത്തിലേക്ക് വരുന്നതായ സമയത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് എന്താണ്? കർത്താവ് തൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ട്, പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്നതായ കർത്താവ്, പാപത്തിൻ്റെ വിഷയത്തിൽ കൃത്യതയോടെ ആയിരിക്കുന്ന സമയത്തും മനുഷ്യൻ്റെ വിഷയത്തിൽ ദയ കാണിക്കുന്നതായ കർത്താവ് തൻ്റെ മനസ്സിനെ മാറ്റിക്കൊണ്ട്, അപ്പോൾ വരെയും തന്നെ മുഷിപ്പിച്ചതായ, തന്നെ ദുഃഖിപ്പിച്ചതായ ആളുകളുടെ പാപത്തെ എല്ലാം ക്ഷമിച്ചുകൊണ്ട്, ഈ എഫ്രൈം കാറ്റിനെ മേയ്ക്കുന്നവനാണ്, കാറ്റിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ തൻ്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, വേശ്യകളോട് ചേർന്നുകൊണ്ട് അവൻ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഷിഞ്ഞു പോയതായ കർത്താവ് ആ എഫ്രൈമിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത ആ വാഗ്ദത്തമാണ് ഇവിടെ നാം കാണുന്നത്. 4-ാമത്തെ വാക്യം മുതൽ, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ദൈവത്താൽ ഒരുപാട് സ്നേഹിക്കപ്പെട്ട ആളുകൾ, അതുപോലെ ദൈവത്താൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടതായ ആളുകൾ, ദൈവത്തിൽ ഒരുപാട് വിശ്വസിച്ച ആളുകൾ, ദൈവത്തെ ഒരുപാട് ആശ്രയിച്ചതായ ആളുകൾ, അനേകർ പിന്മാറിപ്പോകുന്നത് കാണാൻ കഴിയും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവം നൽകുന്ന വിഷയങ്ങളിൽ നന്ദിയില്ലാത്തവരായിട്ട് മാറിയിട്ട് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരായിട്ട് കാണാൻ കഴിയും. ദൈവത്തെ മറന്നുകൊണ്ട് വിശ്വാസ ത്യാഗം സംഭവിച്ചവരെന്ന് പറയുമ്പോൾ അവർ ദൈവം ചെയ്തതായ നന്മയ്ക്ക് നന്ദിയില്ലാത്തവരായി ഇരിക്കുക, ചെയ്ത നന്മയ്ക്ക് പകരമായി ദോഷം ചെയ്യുക, ദൈവം ചെയ്ത നന്മകൾ മറന്നിട്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ വർഷത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാവരെയും ഞാൻ സൗഖ്യമാക്കാനിടയാകും എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിട്ട് മാറ്റിയെടുക്കും, നന്ദിയുള്ള വ്യക്തികളാക്കി ഞാൻ മാറ്റിയെടുക്കും. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്താൽ ഒരുപാട് നന്മ അനുഭവിച്ചതിന് ശേഷം ദൈവത്തെ വിട്ടുമാറി മറന്നുപോയിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഈ വർഷം വീണ്ടും നിങ്ങളെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ വിഷയം നോക്കുകയാണെങ്കിൽ, ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കുമെന്നാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മഞ്ഞുവീഴ്ചയൊക്കെ നമുക്ക് ഒരുപാട് കാണുവാനായിട്ട് കഴിയില്ല. എന്നാൽ നാം ഈ ഡിസംബർ മാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടെയുള്ള വൃക്ഷങ്ങളുടെ മേൽ മഞ്ഞ് വീഴുന്നതായ സമയത്ത് അത് എങ്ങനെ മാറ്റമുണ്ടാകുമെന്നറിയാമോ? ആ ഇലയെല്ലാം മൂടിക്കൊണ്ട് മഞ്ഞ് വീഴുന്നതായ സമയത്ത് അത് മഞ്ഞുള്ള മരമായിട്ട് തന്നെ കാണുവാൻ കഴിയും. വൃക്ഷങ്ങളുടെ മേൽ ആ മഞ്ഞ് വീഴുന്നതായ സമയത്ത് ആ മഞ്ഞ് ഇലകളിലുമെല്ലാം പറ്റിയിരിക്കാനിടയാകും. അങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് ആ ഇലകളിലെ പച്ചക്കളറിനെ കാക്കുവാൻ ഇടയാകും, അതിനെ ശുദ്ധീകരിക്കാനിടയാകും. ആ മഞ്ഞ് വീഴുന്നതായ സമയത്ത് ആ മരത്തിന് അലങ്കാരമാണ്. വാടി ഉണങ്ങിയിരിക്കുന്നതായ വൃക്ഷം എങ്ങനെയായിരിക്കും? അതുപോലെ മഞ്ഞിനാൽ നിറയപ്പെട്ടതായ ഒരു വൃക്ഷം എങ്ങനെയായിരിക്കും? അതാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വൃക്ഷത്തിൽ മഞ്ഞ് ഇരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബലഹീനതകളെല്ലാം ഞാൻ മറച്ചുവെക്കും, നിങ്ങളുടെ കുറവുകളെല്ലാം ഞാൻ മറച്ചുവെക്കും, നിന്നിലുള്ളതായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞാൻ മറച്ചുവെക്കാനിടയാകും. ഒരു ദിവസം നെപ്പോളിയൻ്റെ മുഖത്തെ രൂപത്തെ ഒരു ആർട്ടിസ്റ്റ്, ഇന്നത്തെ പോലെ ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാത്തതായ കാലമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്തെ രൂപം വരയ്ക്കുവാനായി ആ കാലത്ത് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തുവാൻ ഇടയായി. നെപ്പോളിയൻ വലിയൊരു യുദ്ധവീരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിപ്പാടുകൾ, ഒരുപാട് കത്തിയുടെ പാടുകളുണ്ടായിരുന്നു. എന്നാൽ
അദ്ദേഹത്തെ ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുവാൻ ആ ആർട്ടിസ്റ്റ് നിർബന്ധിക്കുവാൻ ഇടയായി. അങ്ങനെ ഇരുന്ന് അദ്ദേഹം കൈപിടിച്ചപ്പോൾ ആ കൈയുടെ മറവിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ മുറിവ് കാണാത്തവണ്ണം വളരെ മനോഹരമായ ഒരു ചിത്രമാക്കി വരച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞു. ആ മുഖത്ത് ഒരു കുറവും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നെപ്പോളിയൻ തൻ്റെ മുഖത്തിൻ്റെ ആ ചിത്രം കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ മുഖത്തിലെ ആ പാടുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കൈയുടെ പിന്നിൽ മറയപ്പെടാനിടയായി. യേശുക്രിസ്തു നമ്മെ നോക്കുന്ന സമയത്ത് നമ്മെ യഥാർത്ഥമായി നോക്കിയാൽ വളരെ അസഹ്യമായിരിക്കും. നമ്മുടെ മനസ്സ് അങ്ങനെയുള്ളതാണ്. നമ്മുടെ ഛർദ്ദിലേക്ക് നമ്മൾ നോക്കിയാൽ അത് എത്ര അസഹ്യമായി മാറും. വയറ്റിൽ കിടക്കുമ്പോൾ നാം ഒന്നും പറയില്ല, എന്നാൽ അത് വെളിയിൽ വരികയാണെങ്കിൽ നാം നോക്കില്ല. നോക്കൂ, എത്ര അസഹ്യമായിരിക്കും. ദൈവം നമ്മുടെ അകത്ത് നോക്കുമ്പോൾ അത് അസഹ്യമായിരിക്കും, എന്നാൽ അവൻ തൻ്റെ കൃപയാൽ അത് മറയ്ക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ അത് മറയ്ക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതിമയായിരിക്കും നമ്മിൽ നിന്ന് പ്രതിഫലിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മരത്തിലെ മഞ്ഞുപോലെ ആയിരിക്കുമെന്ന് അവൻ പറയുന്നു. ഞാൻ നിന്നെ പൊതിയുവാനിടയാകും, ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാനിടയാകും, ഞാൻ നിനക്ക് പച്ചപ്പ് നൽകുവാനിടയാകും, നിനക്ക് അനുഗ്രഹം നൽകാനിടയാകും. നാം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായ ഐസിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതായ സാധനങ്ങൾ എങ്ങനെ തന്നെ ഇരിക്കും പറയുക, അത് കേടാവുകയില്ല. നീ കേടായി പോകാതെ, നീ നശിച്ചു പോകാതെ ഞാൻ നിന്നെ കാക്കാനിടയാകും എന്ന് ആ കാലത്ത് എഫ്രൈമിന് കൊടുത്ത വാഗ്ദത്തം ഇന്ന് നമുക്കും നൽകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെയായിരിക്കും, അവൻ താമര പോലെ പൂത്ത് താമര പുഷ്പം പോലെ പൂക്കും. താമരപ്പൂവ് എത്ര പേർ കണ്ടിട്ടുണ്ട്? താമരപ്പൂവ് എവിടെയാണ് വളരുന്നത് പറയുക? എവിടെയാണ് വളരുന്നത്? വെള്ളത്തിൽ എങ്ങനെ വളരും? ചെടി വളരണമെങ്കിൽ മണ്ണുണ്ടാകണമല്ലോ. താമരപ്പൂവ് മണ്ണിലല്ല അത് വളരുന്നത്, വെള്ളത്തിലാണത് വളരുന്നത്. ആ താമരപ്പൂവ് വെള്ളത്തിൽ കിടക്കുമ്പോൾ നീ 3 ദിവസം വെള്ളത്തിൽ കിടന്നാൽ എന്ത് സംഭവിക്കും? അഴുകാനിടയാകും, വാടിപ്പോകും. ഏതെങ്കിലും ചെടി വെള്ളത്തിൽ കൊണ്ടിട്ടാൽ അത് വാടിപ്പോകുവാനിടയാകും. എന്നാൽ ആ വെള്ളത്തിൽ കിടക്കുന്നതായ താമരപ്പൂവിലേക്ക് വെള്ളം ഒരിക്കലും കയറുകയില്ല. ആ താമരപ്പൂവ് വെള്ളത്തിലാണ് വളർന്നു വരുന്നത്, നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ അതിശയം തോന്നും. വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരിക്കും നമുക്കത് സമ്മാനിക്കുക എന്നത് നിങ്ങൾ ഓർക്കണം. വെള്ളത്തിൽ കിടക്കുന്നതായ ചെടി പൊട്ടുവിരിഞ്ഞ് എങ്ങനെയാണ് പൂവുണ്ടാകുന്നത്, എങ്ങനെയാണത് വെള്ളത്തിൽ വളർന്ന് വലുതാകുന്നത് എന്നത് ചിന്തിക്കുമ്പോൾ അത് അത്ഭുതമായിരിക്കും. ദൈവം പറയുന്നു, അവൻ താമര പോലെ പൂത്ത് വളരുവാൻ ഇടയാകും. നമ്മൾ നശ്വരമായ മലിനമായി ലോകത്തിലായിരിക്കുന്ന സമയത്തും ലോകത്തിൻ്റെ അശുദ്ധിയോ ലോകത്തിൻ്റെ മാലിന്യമോ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാതെ ശുദ്ധിയായിക്കൊണ്ട് നമ്മൾ നശിച്ചു പോകാതെ നല്ല രീതിയിൽ ദിനംതോറും വളർച്ച പ്രാപിച്ചുകൊണ്ട്, ഞാനിപ്പോഴും ചിന്തിക്കുന്നു ആ താമര പുഷ്പത്തെക്കുറിച്ച്. ബോട്ടണി പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ നെറ്റിലടിച്ചു നോക്കിയാൽ കാണാം. അതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ കാണുവാൻ കഴിയും. അത് വെള്ളത്തിൽ എങ്ങനെയാണ് വളരുന്നത്, വെള്ളത്തിൽ അത് വളർന്ന പൂവുണ്ടായാൽ എത്ര കാലം അത് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ വളരെ അതിശയകരമായിരിക്കും. ദൈവം അതുപോലെ നിന്നെ ഒരു പ്രത്യേക സ്ഥലത്താക്കിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായി നീ വളരുന്നതിന് വേണ്ടി നിന്നെ ഏറ്റവും അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയുകയാണ്. അതിനുശേഷം ലെബാനോൻ വനം പോലെ വേരൂന്നും, ലെബാനോനിലെ വനം പോലെ വേരൂന്നും എന്ന് പറയുകയാണ്. ഒരു വൃക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേര്. ഒരു വൃക്ഷത്തിൻ്റെ വേരിന് ആഴമില്ല എങ്കിൽ, അതിന് ആഴത്തിൽ വേരില്ലാത്തത് കൊണ്ട്, വേര് ബലമില്ലാത്തത് കൊണ്ട് അവ വെയിലടിച്ചപ്പോൾ വാടിപ്പോയി എന്ന് പറയാറുണ്ട്. ഇന്ന് പല ആളുകളുടെയും ഭക്തി ജനുവരി 1-ാം തീയതി മാത്രമേ കാണുകയുള്ളൂ. വേര് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനമെല്ലാം ജനുവരി 2-ാം തീയതിയോ 3-ാം തീയതിയോ മാറിപ്പോകുവാനായിട്ട് ഇടയാക്കും. എന്നാൽ എന്താണ്, വേരില്ലാത്തത് കൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിലേക്ക്, പഴയ മദ്യപാനത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാനിടയാകുന്നത്. എന്നാൽ ദൈവം ഇവിടെ നമുക്കൊരു വാഗ്ദത്തം നൽകുകയാണ്. നിന്റെ മേൽ മഞ്ഞുകൊണ്ട് പൊതിയുക മാത്രമല്ല, നിന്നെ ഞാൻ അനുഗ്രഹിക്കുക മാത്രമല്ല, നിന്റെ പുറമെ ചന്തമുള്ളവനാക്കി മാറ്റുക മാത്രമല്ല, നിന്റെ വേര് ഞാൻ ആഴത്തിലേക്ക് ഇറക്കുവാനിടയാകും. നിന്റെ വേരിനെ ഞാൻ ആഴത്തിൽ ഉറപ്പിക്കാനിടയാകും. ലെബനോനിലെ വനം പോലെ, ലെബനോനിലെ വനം പോലെ ആഴത്തിൽ ഉറപ്പിക്കുവാനിടയാകുമെന്നാണ് പറയുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, കല്ലുകളുടെ ഇടയിൽ കൂടി ഇറങ്ങണമെങ്കിൽ, ആഴത്തിൽ ഇറങ്ങിപ്പോകണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇറങ്ങി 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 ആ വേര് ആഴത്തിലേക്ക് ഇറങ്ങാനിടയാകും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും ആ വൃക്ഷം ഉറച്ചു നിൽക്കുവാൻ ഇടയാകും. ദൈവം പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ അങ്ങനെ നാം ഉറപ്പിക്കേണ്ടതാണ്.
ആരോ നമ്മെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞ്, ആരോ നമ്മെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ്, ആരോ നമ്മെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ്, ആരോ നമ്മെ സ്നേഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്മൂലം ഭയവും നിരാശയും എല്ലാം ഉണ്ടാകാനിടയാകും. എന്തുകൊണ്ടെന്നറിയാമോ? ആഴത്തിലേക്കുള്ളതായ വേരില്ല. വേര് ആഴത്തിലേക്ക് വളരാത്തത് കൊണ്ടാണ്. യോബ് പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവനിൽ വിശ്വസിക്കും എന്ന്. അതാണ് വിശ്വാസം. എനിക്കും നിനക്കും നൽകുന്ന വാഗ്ദത്തമാണ്, നിന്റെ വേരിനെ ഞാൻ ഉറപ്പിക്കും. പിന്നെ വരുന്നതായ പിണക്കങ്ങളും അസൂയകളും ഒന്നും തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ തകർക്കുകയില്ല. കാരണം എന്താണ്? നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ്. മാറാത്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ അവൻ ബലപ്പെടുത്തുവാൻ ഇടയാകും എന്ന് കർത്താവ് പറയുന്നു. അവർ ആഴത്തിലേക്ക് വേരൂന്നി വേര് വളർന്നവരായിട്ട് അവർ അനുഗ്രഹിക്കപ്പെടണമെന്ന്, പുറമെ ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താണ് പറയുന്നത്? അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും, അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി എന്താണ് ഇവിടെ പറയുന്നത്? അവന്റെ കൊമ്പുകൾ വിശാലമായിട്ട് പടരുവാൻ ഇടയാകും. വേരൂന്നുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ കൊമ്പുകൾ വളരണം. യോസേഫ് ഫലമുള്ള ഒരു വൃക്ഷമായിരുന്നു. അത് മതിലിന്മേൽ വളർന്നു കിടക്കുന്നു, അത് പടരുന്നു, അത് വളരുന്നതാണ്. നിന്നെ അവൻ വളർത്തുവാനിടയാകും, അവൻ നിന്നെ അനുഗ്രഹിക്കാനിടയാകും, അവൻ നിന്റെ വേലയെ വർദ്ധിപ്പിക്കുവാനിടയാകും. ഞാൻ നിങ്ങളുടെ മാർഗങ്ങളെ വിശാലമാക്കി മാറ്റും. ദൈവം നമ്മുടെ കൊമ്പുകളെ വിശാലമാക്കി മാറ്റുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. ദൈവം നിന്നെ വളർത്തുവാനിടയാകും. എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവം എന്നെ വളർത്തുന്നുണ്ട് എന്ന് ഉറപ്പോടെ പറയുവാൻ എത്ര പേർ കഴിയും? ശാരീരികമായി അവൻ നമ്മെ വളർത്തുന്നു. കുടുംബത്തിൽ ഞങ്ങൾ ഒരാളെ ഉള്ളായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ് മക്കളുള്ളത്. ഞങ്ങളിപ്പോൾ 6 പേരുണ്ട്, ഞങ്ങളിപ്പോൾ 7 പേരുണ്ട്. അമ്മയും മക്കളും എല്ലാവരും കൂട്ടി ഞങ്ങളിപ്പോൾ 11 പേരുണ്ട്. നമ്മുടെ കുടുംബത്തെ അവൻ വളർത്തും, നമ്മുടെ വരുമാനത്തെ വളർത്തും, നമ്മുടെ സഭയെ വളർത്തും. നമ്മുടെ ജീവിതത്തിൽ അനേകം ആളുകൾക്ക് അനുഗ്രഹമാകത്തക്കവണ്ണം നമ്മെ അറിയാത്തതായ ആളുകളുടെ നടുവിൽ നമ്മെ അറിയുന്നവരാക്കി മാറ്റുവാനിടയാകും. അവന്റെ കൊമ്പുകൾ പടരും. പിന്നെന്താണ് പറയുന്നത്? അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും. എന്താണ് പറയുന്നത്? അവൻ എന്തു നൽകുമെന്നാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വയ്ക്കണം, നമ്മുടെ ദൈവം വിരൂപിയായ ഒരു ദൈവമല്ല, നീചമായി കാണപ്പെടുന്ന ദൈവമല്ല. എന്താണ്? യേശു കർത്താവിനെ ക്രൂശിൽ വികൃതമായിട്ട് നമുക്ക് കാണപ്പെടുവാൻ കഴിയും, എന്നാലും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാതെ വണ്ണം വിരൂപമായ രീതിയിൽ അവനായിപ്പോയി. നമുക്ക് വേണ്ടിയാണ് അവൻ അങ്ങനെ ആയത്. എന്നാൽ അവൻ 10,000 പേരിലും അതിസുന്ദരൻ ആയ ദൈവമാകുന്നു. ആ കർത്താവിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ 10,000 പേരിലും അതിസുന്ദരനാകുന്നു. അവനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുക. അവൻ എത്ര അഴകും അതുപോലെ സൗന്ദര്യവുമുള്ള ദൈവമാണ്. നമ്മെ അവൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അവൻ സൗന്ദര്യവാനായിരിക്കുമ്പോൾ നമ്മെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നമ്മെയും അങ്ങനെ തന്നെ സൃഷ്ടിച്ചു. എന്നാൽ നമ്മുടെ സൗന്ദര്യം എല്ലാം തന്നെ ദൈവം നൽകിയിരുന്നതായ ആ ദൈവികമായ സ്വഭാവം, ദൈവികമായ ഗുണം എല്ലാം തന്നെ നമ്മുടെ ഉള്ളത്തിൽ നിന്നും പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിശാച് നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചു. നമ്മുടെ രൂപത്തെ അവൻ വിരൂപമാക്കി. മനുഷ്യനെ പാപിയാക്കി മാറ്റുവാൻ, നീചനാക്കി മാറ്റുവാൻ ഇടയായി. മനുഷ്യന് അവൻ്റെ അകത്തെയും പുറത്തെയുമുള്ള സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുവാനും ഇടയായി. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വ്യക്തികൾ അഴകുള്ള വ്യക്തികളായിരിക്കും. ദാനിയേലിന്റെയും ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെയും മുഖങ്ങൾ നോക്കിയപ്പോൾ അവരുടെ മുഖങ്ങൾ എങ്ങനെയായിരുന്നു? ശോഭയുള്ളതായിരുന്നു, പുഷ്ടിയുള്ളതായിരുന്നു. ഒരു മദ്യപാനിയുടെ മുഖം എങ്ങനെയായിരിക്കും നിങ്ങൾക്കറിയാമോ? എത്ര പുഷ്ടിയുണ്ടായിരിക്കും? പാപത്താലും കോപത്താലും നിറഞ്ഞതായ ഒരു വ്യക്തിയുടെ മുഖം എങ്ങനെയായിരിക്കും പറയുക? നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ കോപിക്കാറുണ്ടല്ലോ. നിങ്ങൾ പലപ്പോഴും വീട്ടിൽ കോപിക്കാറുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇനിയും കോപിക്കുന്നതായ സമയത്ത് നേരെ പോയി നിങ്ങളുടെ കണ്ണാടിയുടെ മുൻപിൽ നോക്കുക. നിങ്ങളുടെ മുഖം നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയില്ല. കണ്ണ് ചുവക്കും, മുഖം വിരൂപമാകാനിടയാകും. നിങ്ങൾക്കത് സഹിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം നൽകിയിരിക്കുന്ന സൗന്ദര്യത്തെ നാം നഷ്ടപ്പെടുത്തി പാപത്തിന് അടിമയായിട്ട് മാറി. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ സൗഖ്യമാക്കാൻ പോവുകയാണ്. ദൈവം പറയുകയാണ്, ഒലിവ് വൃക്ഷത്തിനെ പോലെയുള്ള സൗന്ദര്യം ഞാൻ നിങ്ങൾക്ക് നൽകാനിടയാകും. ഒലിവ് വൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേത് പോലെയും ആയിരിക്കും. അവൻ എന്തു നൽകുമെന്നാണ് പറയുന്നത്? സുഗന്ധമാണോ ദുർഗന്ധമാണോ? വിശ്വാസികളിൽ നിന്ന് ഏത് വാസനയാണ് ഉണ്ടാകുന്നത്? സാമ്പ്രാണി ഉണ്ടാക്കുന്ന കമ്മിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ
നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മണം വന്നുകൊണ്ടേയിരിക്കും, അതിൻ്റെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും. പോൺസിന് കമ്പനി ജോലി ചെയ്യുന്നവരുടെ ശരീരത്തിന് ഏത് സുഗന്ധം വരും? അതിൻ്റെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ മക്കളുടെ അരികിൽ നിന്ന് ഏത് സുഗന്ധം വരണം? യേശുവിൻ്റെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കണം. യേശു ക്രിസ്തുവിനുള്ള സുഗന്ധം. യേശു ക്രിസ്തു നമ്മെ സുഗന്ധത്തിൽ ഉള്ളവരായിരിക്കണമെന്നാണ് ആശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നല്ല പേര് സുഗന്ധത്തെക്കാൾ മെച്ചമാണ്. സുഗന്ധ ദ്രവ്യത്തെക്കാൾ മെച്ചമാണ് നല്ല പേര്. സുഗന്ധ ദ്രവ്യം നാം മണത്തു നോക്കുമ്പോൾ നാം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ നല്ല പേരുള്ളതായ ഒരു വ്യക്തിയെക്കുറിച്ച് നാം കേൾക്കുന്നതായ സമയത്ത് സുഗന്ധമുണ്ടാകുന്നു. ഇസബേൽ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഏത് സുഗന്ധമാണ്? സുഗന്ധമുണ്ടാകുമോ? ഇല്ല. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അവനിലെ സുഗന്ധത്തെ അറിയുവാൻ കഴിയും. നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് നീ എവിടേക്കെങ്കിലും ചെന്നാൽ ഇവനിപ്പോൾ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുവാൻ പാടില്ല. മറിച്ച് വളരെ സന്തോഷം, അദ്ദേഹം കടന്നു വന്നു, എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറയണം. ഇദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, എനിക്കതിന് പരിഹാരം പറഞ്ഞു തരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇദ്ദേഹം എന്നെ മനസ്സിലാക്കും, എന്നെ ആശ്വസിപ്പിക്കും എന്നുള്ളതായ അനുഭവം ദൈവമക്കൾക്കുണ്ടായിരിക്കും. നീ മറ്റുള്ളവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ നിന്നെ ക്ഷണിക്കാനിടയാകും, നിന്നെ കണ്ട് സന്തോഷിക്കാനിടയാകും. നിന്റെ സാന്നിധ്യം അവിടെ ഒരു സുഗന്ധമാണ് ഉണ്ടാക്കുന്നത്. ഒരു റോസാപുഷ്പം നിങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് നിങ്ങളുടെ മധ്യയിൽ വെക്കുന്നതായ സമയത്തുണ്ടാകുന്ന സുഗന്ധം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനിവിടെ ഇരിപ്പുണ്ട് എന്ന് റോസാപുഷ്പം പറയേണ്ടതായ ആവശ്യമുണ്ടോ? ഇല്ല. അതവിടെ വെക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ആ സുഗന്ധം അവിടെ എല്ലാം പരക്കുവാനിടയാകും. യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, നിങ്ങളെ ദുർഗന്ധത്താൽ നിറയപ്പെട്ടതായ ഈ ജനസമൂഹത്തിന്റെ മധ്യയിൽ സുഗന്ധമുള്ള വ്യക്തികളായിട്ട്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന വ്യക്തികളായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി യേശുവിൻ്റെ അടുക്കിലേക്ക് നടത്തുന്ന വ്യക്തികളായിട്ട് ഞാൻ നിങ്ങളെ സുഗന്ധത്താൽ നിറയ്ക്കുമെന്ന് അവൻ പറയുന്നു. അവൻ്റെ നിഴലിൽ പാർക്കുന്നവൻ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെ ഇരിക്കും എന്ന് പറയുന്നു. എത്രയോ വാഗ്ദത്തങ്ങൾ ഇവിടെയുണ്ട്. ഇവ ഓരോന്നും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ഈ വാഗ്ദത്തങ്ങൾ എനിക്ക് വേണം, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം, ഞാനൊരു സുഗന്ധമുള്ള വ്യക്തിയായിട്ട് മാറണം, സുവിശേഷത്തിൻ്റെ സുഗന്ധമുള്ള വ്യക്തിയായിട്ട് ഞാൻ മാറണം, സുവിശേഷത്തിൻ്റെ സുഗന്ധമുള്ള വ്യക്തിയായി തീരുവാനിടയാകണം. നിന്റെ സൗന്ദര്യത്തെ, യേശുക്രിസ്തുവിൻ്റെ ഗുണഗണങ്ങളെ പ്രചരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ ആയിത്തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, നിർഭാഗ്യവാനേ, ഒന്നിനും കൊള്ളാത്തവളെ, നിന്നെ എന്തിനു കൊള്ളാം? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനിങ്ങനെ പഠിക്കുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരാൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നീ തന്നെ ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനിങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നൊക്കെയുള്ളത്. എന്തിനിങ്ങനെ ജീവിക്കുന്ന ദൈവം പറയുകയാണ്, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന് ഞാനൊരു ലക്ഷ്യം നൽകാൻ പോവുകയാണ്. നിന്നെ ഞാൻ നിലനിർത്തുവാനിടയാകും. നിന്റെ വേരിനെ ആഴത്തിലേക്ക് ഞാൻ ഇറക്കും. നിനക്ക് ഞാൻ സൗന്ദര്യം നൽകാനിടയാകും. നിങ്ങൾക്ക് ഞാൻ സുഗന്ധം നൽകുവാൻ ഇടയാകും. നിങ്ങൾക്ക് ഞാൻ സുവിശേഷം നൽകാനിടയാകും. നിങ്ങൾ ധാന്യം പോലെ വിതച്ച് മുളയ്ക്കപ്പെടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിളവ് ലഭിക്കും, നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ധാന്യമെല്ലാം എടുത്തുകൊണ്ടുവന്ന് ചാക്കിൽ കൊണ്ടുവന്ന് വിതയ്ക്കുന്ന സമയത്ത് മണ്ണിലേക്ക് വീഴുമ്പോൾ ധാന്യമെല്ലാം വേസ്റ്റായി പോയി എന്നാണ് നാം വിചാരിക്കാറുള്ളത്. എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിലേക്ക് ആ ധാന്യം വീണിട്ട് അവിടെ നിന്ന് അത് കിളിർത്ത് പുതിയൊരു മുളയായിട്ട് വരും. ഒരു ധാന്യത്തിൽ നിന്ന് 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടാകാനിടയാകും. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അങ്ങനെ മാറ്റും, അങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഒരു പിടി വിത്തുമായിട്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. വേസ്റ്റായിപ്പോയി എന്ന വാക്ക് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുമെന്ന് അവൻ പറയുന്നു. നിന്റെ ജീവിതത്തെ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയുന്നു, അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. ധാന്യത്തെ പോലെ നിനക്ക് വിളവ് നൽകുമെന്നാണ് അവൻ പറയുന്നത്. മുന്തിരിവള്ളി പോലെ നിന്നെ ഫലമുള്ളവനാക്കി മാറ്റുമെന്നും അവൻ പറയുന്നു. മുന്തിരിവള്ളി ഫലിക്കുമ്പോൾ കുലകുലയായിട്ട് എത്ര മനോഹരമായിരിക്കും ആ മുന്തിരിച്ചെടികൾ കാണുവാനപ്പോൾ. നിങ്ങൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ പന്തലുകളിട്ട് മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ തോട്ടത്തിൽ നിൽക്കുന്നതായ മുന്തിരിക്കുലകൾ നോക്കുമ്പോൾ അത് ചേർന്ന് കിടക്കുന്നതാണ്. എത്ര മനോഹരമാണ്! അത് കാണുന്നത് തന്നെ വളരെ അതിശയകരമാണ്. നിന്റെ ജീവിതത്തെ അങ്ങനെ അനുഗ്രഹിക്കുമെന്നാണ് അവൻ പറയുന്നത്. എല്ലാ രീതിയിലും നിന്നെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമെന്നാണ് അവൻ പറയുന്നത്. ഈ വാഗ്ദത്തങ്ങളെ നമുക്ക് വ്യക്തിപരമായിട്ട് എടുക്കാം. 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ചിലവഴിക്കുക.
ദൈവസന്നിധിയിൽ വാഗ്ദത്തങ്ങൾ ചോദിക്കുക, ഏകാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുക, ആത്മശോധന ചെയ്യുക, കർത്താവിൻ്റെ ദർശനങ്ങളെ പ്രാപിക്കുക, കർത്താവിൻ്റെ അഭിഷേകത്തെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ 2 കരങ്ങളും നമുക്ക് ഉയർത്തിപ്പറയാം, കർത്താവ് നിനക്ക് നന്ദി കരേറ്റുന്നു. ഒരു ആശ്രയമില്ലാതിരുന്ന ഞങ്ങളെ നീ ആശ്രയമുള്ളവരാക്കി മാറ്റിയല്ലോ. ആരും സഹായമില്ലാതിരുന്നതാ എന്നെ നിന്റെ രാജ്യത്തിൻ്റെ അവകാശിയായി നീ മാറ്റിയല്ലോ. നിന്നെയും അപമാനവും വഹിച്ചുകൊണ്ടിരുന്ന എന്നെ, എൻ്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിച്ചല്ലോ കർത്താവേ. എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെയെല്ലാം നിന്റെ രക്തത്താൽ നീ മറയ്ക്കുവാനിടയായി. നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. വൃക്ഷത്തിൽ മഞ്ഞ് വീണിരിക്കുന്നത് പോലെ ഞങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ യേശു കർത്താവേ, നിനക്ക് നന്ദി കരേറ്റുകയാണ്. നിന്റെ രക്തത്താൽ ഞങ്ങളെ മൂടുമാറാകണമേ. നിന്റെ ആശ്വാസം ഞങ്ങൾക്ക് നീ നൽകണമേ അപ്പാ. ഞാൻ വരണ്ടു പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു കർത്താവേ. ഞാൻ വാടിപ്പോയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. എന്നെ നീ പുതുക്കുമാറാകണമേ. എൻ്റെ ഭാരങ്ങളെയെല്ലാം നീ എടുത്തു മാറ്റണമേ. ഈ വർഷത്തിൽ എനിക്ക് പുതിയ ബലം നൽകുമാറാകണമേ. എനിക്ക് ശക്തിയില്ല കർത്താവേ, നീ എന്നെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. എനിക്ക് പ്രായം കൂടിയിരിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. എൻ്റെ കഥ കഴിയാൻ പോകുന്നു എന്ന് പറയുന്നവർക്ക് കർത്താവേ, നിന്റെ കൃപ കൊടുക്കണമേ. നിന്റെ സുഗന്ധത്തെ കൊടുക്കണമേ. അവരുടെ ജീവിതമാകുന്ന കൊമ്പുകൾ ഇനിയും വളർന്ന് പടരുവാൻ സഹായിക്കണമേ. മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഞങ്ങളെ അനുഗ്രഹമാക്കി നീ മാറ്റുമാറാകണമേ. കർത്താവേ, ഈ വലിയ വാഗ്ദത്തങ്ങളെല്ലാം തന്നെ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി അവരുടെ ജീവിതത്തിൽ നടക്കുവാനായി സഹായിക്കണമേ. നീ നിറവേറ്റുമാറാകണമേ. നിറവേറുന്നതുവരെയും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ നിന്റെ എല്ലാ മക്കളെ നീ സഹായിക്കുമാറാകണമേ. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങൾ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കുകയും അരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. യൂസ്ലെസ് എന്നതായ വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണമേ. വേസ്റ്റ് എന്നുള്ള വാക്ക് ഞങ്ങളെക്കുറിച്ച് ആരും പറയാതിരിക്കാൻ സഹായിക്കണമേ. വൃഥാവായിപ്പോയി എന്ന വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ സഹായിക്കണമേ. ധാന്യത്തെ പോലെ ഞങ്ങളെല്ലാം വീണ്ടും ഫലം കായ്ക്കുവാൻ സഹായിക്കണമേ. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായിട്ട് ഫലം കായ്ക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സൗന്ദര്യത്തെ, നിന്റെ ബലത്തെ ഞങ്ങളിൽ വെളിപ്പെടുത്തുമാറാകണമേ. ഞങ്ങളെ കാണുന്നതായ അനേകം ആളുകൾ ഞങ്ങൾ നിന്റെ പൈതങ്ങളാണെന്ന് പറയുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ സകല വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നിറവേറുവാൻ നീ സഹായിക്കുമാറാകണമേ. ഈ പുതിയ വർഷത്തിൽ ഓരോ ദിവസവും പുതുമയുള്ളതാകുവാൻ, ഓരോ ക്ഷണവും നിന്നെ ആരാധിക്കുന്നതായ, നിന്നെ സ്തുതിക്കുന്നതായ ക്ഷണമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.